246 കൗണ്ടർ നമ്പർ 2. മണിക്കൂറുകൾ കാത്തു നിൽക്കണം ഡോക്ടറെ കാണാൻ. ഫാർമസിക്ക് മുന്നിൽ പിന്നെയും കാത്തുനിൽപ്പ്. ശ്വാസമുട്ടലിൽ വലഞ്ഞ ആശുപത്രിയിലെത്തിയതാണ് ദാമോദരനും ഭാര്യ അമ്മണിയമ്മയും. ഒന്നുമില്ല. ഞാൻ പറഞ്ഞു വലിയ കൂട്ടാൻ പറഞ്ഞു. അവിടെ ഇല്ല, കാരുണ്യയിലില്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. അത് ഞാൻ മാത്രമല്ല, വന്നിട്ടുള്ളവർ ആർക്കും വരുന്നില്ല. പൈസ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല, അതുകൊണ്ട് നാളെ വാങ്ങിക്കാം. ഗ്യാസ് ട്രബിളിൻ്റെ ഗുളികയും പാരസെറ്റാമോളും ഉൾപ്പെടെ 3 ഗുളിക മാത്രമേ ഇവർക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി മരുന്നെല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണിവർ. പണം എടുക്കാതെ വന്നതുകൊണ്ട് ഇന്ന് അതിനും കഴിയില്ല. മാസങ്ങളായി ലഭിച്ചിരുന്ന പല മരുന്നുകളും ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ കിട്ടാക്കനിയാണ്. അത്യാഹിത ആവശ്യങ്ങളുമായി എത്തുന്നവരുടെ കൂട്ടിരിപ്പുകാർ വേണം മരുന്നിനു വേണ്ടി ഓടാൻ. തിരുവനന്തപുരം ജില്ലയിൽ 250ഓളം വരുന്ന ആശുപത്രികളിൽ മരുന്ന് വിതരണം ചെയ്യുന്നത് ഇതുപോലെയുള്ള ബസ്സുകളിലായിരുന്നു. 7ഓളം ബസ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിരത്തിൽ ഓടുന്നത് ഇതൊരെണ്ണം മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം കട്ടപ്പുറത്താണ്. അപ്പോൾ ഈ ആശുപത്രികളിലേക്ക് മരുന്നെത്തിക്കാൻ വാഹന സൗകര്യം ഇല്ല എന്നർത്ഥം. അതും മരുന്ന് ക്ഷാമത്തിന് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭരണ രാഷ്ട്രീയം പറയുന്നതല്ല, പക്ഷേ അത് ഭരിക്കുന്ന സർക്കാരിന് തിരിച്ചടി തന്നെയാവും. ഇപ്പോൾ ഒരുപാട് ശരിക്കും ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഭരണത്തിൽ. അവശ്യ മരുന്നുകൾ കിട്ടാനില്ലെന്ന് മാത്രമല്ല, പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന മരുന്നുകളുടെ താങ്ങാനാകാത്ത വിലയും രോഗികളെ വലയ്ക്കുന്നു. 3-4 മാസം കൊണ്ട് ഒരു ഷുഗറിൻ്റെ ഒരു ഗുളിക കിട്ടുന്നില്ല. 2-ാം തീയതി ഇരിക്കുന്നത് ഇത് കിട്ടുന്നില്ല. ഇത് പുറത്തുനിന്നാണ് മേടിക്കുന്നത്, എല്ലാ മാസവും പുറത്തുനിന്നാണ് മേടിക്കുന്നത്. ഇന്നൊന്നും കിട്ടിയിട്ടില്ല. 3 വർഷം കൊണ്ട് ഞാൻ കാണിക്കണം. ഈ ബുക്ക് ഈ ടിക്ക് ചെയ്തിരിക്കുന്ന ഗുളികകളൊന്നും ഇല്ല. ഇത് വെളിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. കാലുപരിപ്പിൻ്റെ ഗുളികയാണ്, വില കൂടിയ ഗുളികയാണ് എഴുതിയിരിക്കുന്നത്. ഇത് 10,000 രൂപ കൂടുതൽ നമുക്ക് വെളിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കണം. ഇത് ഒരു പരിഹാരം കാണണ്ടേ ഗവൺമെൻറ്? തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ആശുപത്രികളിൽ മുൻപുള്ളതിൽ നിന്നും അപേക്ഷിച്ച് സ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഫാർമസികളിൽ മരുന്ന് എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വില കൂടിയ മരുന്നുകൾക്ക് വേണ്ടി പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കുകയേ രോഗികൾക്ക് നിവർത്തിയുള്ളൂ. ഇതെല്ലാം വിലയിരുത്തിയാകും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.